ഹായ്, ഇറ്റ്സ് മീ ജോയൽ. നമ്മളെല്ലാ വർഷം ജൂലൈ 3-ന് നമ്മൾ ഇന്ത്യക്കാർ സെയിൻറ്റ് തോമസ് ഡേ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിസ്ത്യൻ ഡേ ആചരിക്കാറുണ്ട്. നമ്മൾ ഇത് ആചരിക്കുന്നതിൻ്റെ മുഖ്യമായ കാരണം അത് ഒരുപാട് പേർ സുറിയാനി ക്രിസ്ത്യാനികളും ഇന്ത്യയിലുള്ള മറ്റ് ക്രൈസ്തവരും വിശ്വസിക്കുന്നത് മാർത്തോമാ ശ്ലീഹ അല്ലെങ്കിൽ സെയിൻറ്റ് തോമസ് മരിച്ച ദിവസമായിട്ടാണ്. ഇന്ത്യയിൽ ക്രിസ്തുമതം കൊണ്ടുവന്നത് ഒരിക്കലും ബ്രിട്ടീഷ് സർക്കാരല്ല. അതൊരിക്കലും ബ്രിട്ടീഷ് സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരോ അല്ല. അത് കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ആണ് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഈ ക്രിസ്ത്യൻ വിശ്വാസം കൊണ്ടുവന്നത്. ഈ സെൻറ്റ് തോമസ് മൗണ്ട്, ചെന്നൈയിലെ സെൻറ്റ് തോമസ് മൗണ്ട് അതിൻ്റെ ഒരു തെളിവാണ്. മാത്രമല്ല, തോമസ് ശ്ലീഹ ഇന്ത്യയിൽ വന്നതിന് ശേഷം 7 പള്ളികൾ സ്ഥാപിച്ചു. ആ 7 പള്ളികളും ആ വിശ്വാസത്തിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഒരു 2000-ലധികം വർഷങ്ങൾ പഴക്കമുണ്ട് ഇന്ത്യയിലെ ക്രിസ്തുമതത്തിന്. പല പൗരസ്ത്യ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്തുമതം വരുന്നതിന് മുമ്പേ നമ്മുടെ ഈ ഇന്ത്യയിൽ, നമ്മുടെ ഈ കേരളത്തിൽ ക്രിസ്തുമതം വന്നിരുന്നു. അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, പല പാശ്ചാത്യ രാജ്യത്തിൽ നിന്നും ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ വന്നു. അവർ ഇവിടെ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും തുടങ്ങി. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് വർദ്ധിക്കുകയും ശാസ്ത്രം വളരുകയും ചെയ്തു. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും ക്രിസ്തീയ മിഷണറിമാരുടെ ഈ കാര്യങ്ങൾ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി.